ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് വെനസ്വേലയെ ആക്രമിച്ച അമേരിക്കയുടെ ശരിയായ ലക്ഷ്യം എന്താണ്? US അധിനിവേശത്തിന് പിന്നിലെ കാരണങ്ങൾ വിശദമായി നമുക്ക് പരിശോധിക്കാം. അനധികൃത കുടിയേറ്റം, നാർക്കോ ടെററിസം, വെനസ്വേലയിലെ കടന്നാക്രമണത്തിന് അമേരിക്ക നൽകുന്ന വിശദീകരണങ്ങൾ ഇതൊക്കെയാണെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. വെനസ്വേലയുടെ അളവറ്റ എണ്ണ ശേഖരത്തിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നാണ് വെനസ്വേല. 303.22 ബില്യൺ ബാരലാണ് വെനസ്വേലയുടെ ക്രൂഡ് ഓയിൽ ശേഖരം. അതായത് ലോകത്തിലെ തന്നെ എണ്ണ ശേഖരത്തിന്റെ 1/5 വഹിക്കുന്നത് വെനസ്വേലയാണെന്ന് സാരം. വെനസ്വേലയുടെ എണ്ണ വ്യാപാരം ഇനി അമേരിക്കൻ എണ്ണ കമ്പനികൾ ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് തന്നെ ഇപ്പോഴത്തെ കടന്നാക്രമണത്തിന്റെ ലക്ഷ്യം വ്യക്തമായി കഴിഞ്ഞു. 200 ട്രില്യൺ ക്യൂബിക് അടി പ്രകൃതിവാതക ശേഖരം വെനസ്വേലയിലുണ്ട്. അതായത് ലോകത്തിലെ തന്നെ 34ാം സ്ഥാനം. പ്രകൃതിവാതകത്താൽ മാത്രമല്ല, ധാതു വിഭവങ്ങളാലും സമ്പന്നമാണ് വെനസ്വേല. $600 ബില്യൺ വിലമതിക്കുന്ന 4 ബില്യൺ ടൺ ഇരുമ്പയിര് ശേഖരം, 8000 ടണ്ണിലധികം സ്വർണ്ണ വിഭവങ്ങളുടെ ശേഖരം, അതായത് ലാറ്റിൻ അമേരിക്കയിൽ തന്നെ ഏറ്റവും വലുത്. 500 ദശലക്ഷം ടണ്ണിലധികം കൽക്കരി ശേഖരം. മാത്രമല്ല, ലോകത്തിലെ ആകെ പുനരുപയോഗിക്കാവുന്ന ശുദ്ധജല സ്രോതസ്സുകളുടെ 2% വെനസ്വേലയിലാണ്. ഇവയ്ക്കെല്ലാം പുറമെ നിക്കൽ, ചെമ്പ്, ഫോസ്ഫറേറ്റുകൾ എന്നിവയടക്കം തന്ത്രപ്രധാന ധാതുക്കളുടെ ശേഖരം വേറെയും. ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് വെനസ്വേല US-ന്റെ നോട്ടപ്പുള്ളിയാകുന്നത്. 1976-ൽ വെനസ്വേലയുടെ എണ്ണ വ്യവസായ മേഖല ദേശസാൽക്കരിക്കുന്നതുവരെ US എണ്ണ കമ്പനികൾക്ക് അവിടെ നല്ല കൊയ്ത്തായിരുന്നു. പിന്നീടെല്ലാം തകിടം മറിഞ്ഞു. വെനസ്വേലയിൽ നിന്നുള്ള എണ്ണയുടെ 80% ഇപ്പോൾ വാങ്ങുന്നത് ചൈനയാണ്. റഷ്യയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ബന്ധം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തം അയൽപ്പക്ക മേഖല കൈവിട്ടു പോകാതിരിക്കാനുള്ള കളിയാണ് ഇപ്പോൾ US നടത്തുന്നത്.